ബ്രേക്ക്ഫാസ്റ്റിന് കൂടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. നല്ല റെഡ് കളറിലുള്ള നല്ല കട്ടിക്കുള്ള ചട്നിയാണ്. നല്ല മൊരിഞ്ഞ് ദോശയുടെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് പോകുന്ന കോമ്പിനേഷനാണ്. ദോശയ്ക്ക് മാത്രമല്ല, ഇഡ്ഡലിക്കായാലും ചപ്പാത്തിക്കായാലും എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ചട്നി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ആ ഓയിൽ ശരിക്കൊന്ന് ചൂടായി വരുമ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഒരു 4-5 സവാളയാണ് എടുത്തേക്കുന്നത്. നമുക്ക് എന്തോരം ചട്നി വേണോ അതിനനുസരിച്ചിട്ടുള്ള അളവിലെടുക്കണം കേട്ടോ. അപ്പോൾ 4-5 സവാള കുറച്ച് സ്ക്വയർ പീസാക്കി മുറിച്ചിട്ട് അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ശരിക്കൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്കൊരു 8-10 വെളുത്തുള്ളിയുടെ അല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ അല്ലി ആയതുകൊണ്ടാണ് അത്രയും ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം എന്നില്ല. ചെറിയ അല്ലിയാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 എടുക്കണം. പിന്നെ നമ്മൾ എന്തോരം സവാള എടുത്തോ അത്രയും അളവിൽ തന്നെയുള്ള തക്കാളിയും സ്ക്വയർ പീസാക്കി മുറിച്ചിട്ട് അതിൽ ചേർത്ത് കൊടുക്കണം. സവാള ഒരു 1/4 ഭാഗം വഴന്ന് വരുമ്പോഴാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സവാളയും തക്കാളിയും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെയും ശരിക്കൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം. ഇത് വഴറ്റുന്ന സമയത്ത് ഇതിലേക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. കടുക് വറുക്കുന്ന സമയത്താണ് കേട്ടോ ഒത്തിരി സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ദാ ഇതുപോലെ ഇങ്ങനെ ഇത്രയും പരുവത്തിലിങ്ങനെ വഴറ്റിയെടുക്കണം. ശരിക്ക് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഉള്ളി ആയാലും തക്കാളി ആയാലും നല്ലപോലെ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കളറിനനുസരിച്ചിട്ടുള്ള കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാശ്മീരി വേണ്ടാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതാ ഒരു പിടി മല്ലിയില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് മുളക് പൊടിയും പിന്നെയുള്ള സാധനങ്ങളും എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് മുളക് പൊടി മല്ലിയില ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ശരിക്കും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് ചൂടാറാനായിട്ട് വെച്ച് കൊടുക്കാം. ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം വേണം മിക്സിയുടെ ജാറിൽ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് ചൂടാറാനായിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ചൂട് ആറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന തക്കാളി സവാള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ശരിക്കും ചൂടാറിയിട്ട് വേണം അരയ്ക്കാനായിട്ട്. ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടെയും ചൂട് ആറി കിട്ടാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം അധികം സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. ഇതിന് ശേഷം കടുക് വറുക്കുന്ന സമയത്താണ് കുറച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ്, ടേസ്റ്റ് കൂട്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചട്നിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ചട്നി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തേക്കുന്നത്. നമ്മൾ നേരത്തെ വഴറ്റിയതായതുകൊണ്ട് അത് പെട്ടെന്ന് അരഞ്ഞു വരും. അതിനുശേഷം നമ്മൾക്ക് ഇതൊന്ന് കടുക് വറുക്കണം. കടുക് വറുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. 2-3 ഡ്രോപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ടേസ്റ്റ് എന്നുണ്ടെങ്കിൽ മാത്രം ജീരകം ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം. ജീരകവും കടുകും ശരിക്കും മൂത്ത് കഴിയുമ്പം അതിലേക്ക് 1 സ്പൂൺ ഉഴുന്നുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉഴുന്നും കൂടിയും ശരിക്കൊന്ന് മുരിഞ്ഞ് കഴിയുമ്പം ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉഴുന്ന് ശരിക്കും കളർ മാറിക്കഴിയുമ്പം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ജീരകത്തിന് ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെന്ന്. പക്ഷേ ഉഴുന്ന് നമ്മൾ ചേർക്കുന്ന കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ കടിക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തു. അതിന് ശേഷം 3/4 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളെല്ലാം പച്ചമണമാകുന്നവരേക്ക് ശരിക്ക് ഇതിലൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. ശരിക്കും ഇതിലിട്ടൊന്ന് വരട്ടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചമ്മന്തിയോടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചുറ്റിച്ച് അതും കൂടെയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ ആ ചേർത്ത് കൊടുക്കുന്ന വെള്ളം ഇതിൽ ശരിക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളമെല്ലാം ശരിക്കും വറ്റി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം
ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ചട്നി ഇതുപോലെ ഇങ്ങനെ ശരിക്കും ഈ വെള്ളം ഒന്ന് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചേർത്ത വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ദോശയുടെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെയാണ് നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് പോകുന്നത്. ഇത്ര എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ ഈ ചട്നിയുടെ റെസിപ്പി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ചട്നി ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ കടുക് വറുക്കുമ്പം ചേർത്ത ഉഴുന്ന് പരിപ്പെല്ലാം ഇടയ്ക്ക് കടിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ മല്ലിയിലെല്ലാം വഴറ്റിയിട്ട് അരച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ നിൽക്കുമ്പം നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു തക്കാളി ചട്നിയാണ് കേട്ടോ ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ്. ദോശയുടെ കൂടെ നല്ല മുരിഞ്ഞ ദോശയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും എല്ലാത്തിൻ്റെയും കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ സെർവിങ് ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിരുന്നത് ദോശയായിരുന്നു. അപ്പോൾ ദോശയുടെ കൂടെയാണിത് കൂട്ടി കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചട്നി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അത്രയും സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ളൊരു ചട്നി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക്